പ്രത്യേക ഇറക്കുമതി അനുമതി ആവശ്യമുള്ള ജൈവവസ്തുക്കൾ അനധികൃതമായി യുഎസിലേക്ക് കടത്തിയ ചൈനീസ് യുവാവ് അറസ്റ്റിൽ. വുഹാനിൽ നിന്നുള്ള ചൈനീസ് പൗരനും PhD വിദ്യാർത്ഥിയുമായ ചെങ് സ്വാൻ ഹാനാണ് പിടിയിലായത്. നാടവിരയുമായി ബന്ധപ്പെട്ട ചില ജൈവവസ്തുക്കൾ പുസ്തകത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കടത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ഫെഡറൽ വൃത്തങ്ങളെ അറിയിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. വുഹാനിലെ ഹ്വാസോങ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഗവേഷക വിദ്യാർത്ഥിയാണ് ചെങ് സ്വാൻ ഹാൻ. ജൂൺ 8-ന് ഡെട്രോയിറ്റ് മെട്രോപൊളിറ്റൻ എയർപോർട്ടിലെത്തിയപ്പോൾ FBI ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. ചൈനയിൽ നിന്നുള്ള ചെങ് സ്വാൻ ഹാനെ ജൈവവസ്തുക്കൾ യുഎസിലേക്ക് കടത്തിയതിന് അറസ്റ്റ് ചെയ്തതായും ഫെഡറൽ അധികാരികളോട് കള്ളം പറഞ്ഞതായും FBI ഡയറക്ടർ കാഷ് പട്ടേൽ എക്സിൽ കുറിച്ചിരുന്നു. സമാനമായ ആരോപണങ്ങളിൽ യുഎസിൽ കുറ്റകൃത്യം ആരോപിക്കപ്പെടുന്ന മൂന്നാമത്തെ ചൈനീസ് ബന്ധമുള്ള വ്യക്തിയാണ് ഹാനെന്നും അദ്ദേഹം വ്യക്തമാക്കി. മിഷിഗൺ യൂണിവേഴ്സിറ്റി ലാബിലേക്ക് ഇവർ ചൈനയിൽ നിന്ന് 4 പാക്കേജുകൾ അയച്ചു. ഓരോന്നിലും നാടവിരയുമായി ബന്ധപ്പെട്ട ജൈവവസ്തുക്കൾ അടങ്ങിയിരുന്നു. US നിയമപ്രകാരം പ്രത്യേക ഇറക്കുമതി അനുമതി ആവശ്യമുള്ള തരം തിരിച്ച വസ്തുവാണിത്. ഈ പാക്കേജുകളിലൊന്ന് ഒരു പുസ്തകത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. ഫെഡറൽ കുറ്റപത്രത്തിൽ ആരോപിക്കുന്നുണ്ട്. ഡെട്രോയിറ്റിൽ എത്തിയ ഹാനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പാക്കേജുകളെ കുറിച്ച് അറിവില്ലെന്നായിരുന്നു മറുപടി. യുഎസിലേക്ക് വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഹാൻ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് വിവരങ്ങൾ മായ്ച്ചതായും പ്രോസിക്യൂട്ടർമാർ വെളിപ്പെടുത്തി. അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള മനഃപൂർവ്വമായ ശ്രമമാണെന്ന് അന്വേഷകർ ഇതിനെ കാണുന്നത്. പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിൽ പാക്കേജുകൾ അയച്ചതായും അവയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് കള്ളം പറഞ്ഞതായും ഹാൻ സമ്മതിച്ചിരുന്നു. US അക്കാദമിക സ്ഥാപനങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള വ്യക്തികൾ നിയമവിരുദ്ധമായ ജൈവവസ്തുക്കൾ രാജ്യത്തേക്ക് കടത്തുന്നതിന്റെ ഭാഗമാണിതെന്നും അധികാരികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഗവേഷണ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താനാണ് CCP ശ്രമമെന്നും രോഗകാരികളെ യുഎസിലേക്ക് കടത്താനുള്ള ശ്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കുന്നുവെന്നും പട്ടേൽ വ്യക്തമാക്കി. കൂടാതെ രാജ്യത്തേക്ക് അപകടകരമായ ഒരു ജൈവ രോഗകാരിയെ കടത്തിയെന്നാരോപിച്ച് 2 ചൈനീസ് പൗരന്മാരെ യുഎസിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. അമേരിക്കൻ സ്ഥാപനങ്ങളിലേക്ക് നുഴഞ്ഞുകയറാൻ CCP പ്രവർത്തകരെയും ഗവേഷകരെയും സജീവമായി വിന്യസിക്കുന്നുണ്ടെന്നതിന്റെ ശക്തമായ മുന്നറിയിപ്പായിട്ടാണ് FBI ഡയറക്ടർ കാഷ് പട്ടേൽ ഈ കേസിനെ വിശേഷിപ്പിച്ചിരുന്നത്. രാജ്യത്തേക്ക് അപകടകരമായ ഒരു ജൈവ രോഗകാരിയെ കടത്തിയെന്നാരോപിച്ച് അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് ഒരു ചൈനീസ് പൗരനെ FBI അറസ്റ്റ് ചെയ്തതായി എനിക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന് കാഷ് പട്ടേൽ എക്സിൽ പറയുകയുണ്ടായിരുന്നു. ഫംഗസിന്റെ സ്വഭാവവും അതിന്റെ ഫലങ്ങളും വിശദീകരിച്ചുകൊണ്ട് പട്ടേൽ പറഞ്ഞു, യുൻകിങ് ജിയാൻ എന്ന വ്യക്തി താൻ ജോലി ചെയ്യുന്ന മിഷിഗൺ സർവകലാശാലയിൽ ഗവേഷണത്തിനായി യുഎസിലേക്ക് ഫ്യൂസേറിയം ഗ്രാമിനേരം എന്ന അപകടകരമായ ഒരു ഫംഗസ് കടത്തിക്കൊണ്ടുപോയതായി ആരോപിക്കപ്പെടുന്നു. ഗോതമ്പ്, ബാർലി, ചോളം, അരി എന്നിവയുടെ ഒരു രോഗമായ ഹെഡ് ബ്ലൈറ്റ് എന്ന രോഗത്തിന് ഈ ഫംഗസ് കാരണമാകും. ഇത് മനുഷ്യരിലും കന്നുകാലികളിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. ഓരോ വർഷവും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക നഷ്ടത്തിന് ഇത് കാരണമാകുന്നു. ജിയാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിശ്വസ്തത പ്രകടിപ്പിച്ചതായും ചൈനയിലെ ഈ രോഗകാരിയെക്കുറിച്ചുള്ള സമാനമായ ഗവേഷണത്തിനായി ചൈനീസ് സർക്കാരിൽ നിന്ന് ധനസഹായം സ്വീകരിച്ചതായും തെളിവുകൾ കാണിക്കുന്നുണ്ടെന്ന് FBI ഡയറക്ടർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. പട്ടേൽ വിശദീകരിച്ചു, ജിയാന്റെ കാമുകൻ പരാതിയിൽ ആരോപിക്കപ്പെട്ട സുന്യോങ് ലിയു ഒരു ചൈനീസ് സർവകലാശാലയിൽ ജോലി ചെയ്യുന്നു. അവിടെ അദ്ദേഹം അതേ രോഗകാരിയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നു. മിഷിഗൺ സർവകലാശാലയിൽ ഗവേഷണം നടത്താൻ വേണ്ടി ഡെട്രോയിറ്റ് മെട്രോപൊളിറ്റൻ വിമാനത്താവളം വഴി അമേരിക്കയിലേക്ക് ഫ്യൂസേറിയം ഗ്രാമിനാരം കടത്തിയതായി ലിയു ആദ്യം കള്ളം പറയുകയും പിന്നീട് സമ്മതിക്കുകയും ചെയ്തു. ചൈനയും US-ഉം തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ തുടരുന്നതിനിടെയാണ് ഈ സംഭവ വികാസങ്ങൾ. ജനീവയിൽ നടന്ന ചർച്ചയിൽ അംഗീകരിച്ച താരിഫ് കുറയ്ക്കുന്നതിനുള്ള സമവായം ബീജിംഗിൽ ലംഘിച്ചുവെന്ന US പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദം തിങ്കളാഴ്ച ചൈനയുടെ വാണിജ്യ മന്ത്രാലയം ശക്തമായി തള്ളിക്കളഞ്ഞുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രംപിന്റെ ആരോപണങ്ങളെ അടിസ്ഥാനരഹിതമെന്ന് വിശേഷിപ്പിച്ച മന്ത്രാലയം വ്യാപാര യുദ്ധത്തിനിടെ ചുമത്തിയ വിപുലമായ താരിഫുകൾ പിൻവലിക്കുന്നതിനായി ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ ഉണ്ടാക്കിയ കരാറുമായി ബന്ധപ്പെട്ട യുക്തിരഹിതമായ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു. മാത്രമല്ല AI ചിപ്പ് കയറ്റുമതി നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ, ചൈനയിലേക്കുള്ള ചിപ്പ് ഡിസൈൻ, സോഫ്റ്റ്വെയർ വിൽപ്പനയ്ക്കുള്ള നിയന്ത്രണങ്ങൾ, ചൈനീസ് വിദ്യാർത്ഥി വിസകൾ റദ്ദാക്കൽ എന്നിവയുൾപ്പെടെ പുതിയ വിവേചനപരമായ നടപടികൾ US ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്നതായി ബീജിംഗ് ആരോപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.